നമ്മൾ ക്വിക്കായിട്ട് പറയാൻ പോകുന്നത് അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡ് ഇതിനെക്കുറിച്ചൊരു ഫസ്റ്റ് ലെവൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഒരു സി പ്രോഗ്രാമർ അല്ലെങ്കിൽ C++ പ്രോഗ്രാമർ പോയിന്റ് ഓഫ് വ്യൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈക്രോ പ്രോസസറിൻ്റെ അകത്ത് ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത് മെഷീൻ കോഡിലാണ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലാണ്. അപ്പോൾ മെഷീൻ കോഡ് എന്ന് പറയുന്നത് സിംപ്ലി എ കോഡാണ്, അതായത് ഒരു നമ്പറായിട്ടുള്ള. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ 4F012A എന്നൊക്കെ പറയുന്നതായിരിക്കും അതിൻ്റെ നമ്പർ എന്ന് വെച്ചോളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനം മനസ്സിലാക്കാനും ഓർത്തെടുക്കാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അസംബ്ലി ലാംഗ്വേജിലാണ് ഇതിനെ പറയുക. അപ്പോൾ ഉദാഹരണത്തിന് 4Fന് ഒരു അർത്ഥമായിട്ട് ആഡ് എന്നും 01ന് അർത്ഥമായിട്ട് 0AX എന്നും BX എന്നും ഉണ്ടാവും. ഇപ്പോൾ സബ്ട്രാക്റ്റ് ആണെങ്കിൽ ആഡിന് പകരം ഇപ്പോൾ മേ ബി ഒരു 5D എന്നാണെങ്കിൽ 5D എന്നായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷേ AXന് ആ 01ഉം 2A തന്നെ ആയിരിക്കാം. അപ്പോൾ ഞാൻ പറയാം അങ്ങനത്തെ ഒരു അർത്ഥം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോഴോ നമ്മൾ അസംബ്ലി ലാംഗ്വേജിലാണ് സാധാരണ ഈ മെഷീൻ കോഡ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നവർക്ക് ആ ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നവർ, അല്ലാതെ മെഷീൻ കോഡ് ഡിസ്കസ് ചെയ്യുന്നവർ വളരെ റെയറാണ്. പക്ഷേ നമുക്ക് പ്രോഗ്രാമിൽ ഡീബഗ് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അറിയേണ്ടിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇത് അറിഞ്ഞേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു നോളജിലാണ് ഞാൻ ഈ സെഷൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നീളത്തിലായിരിക്കുമല്ലോ. അപ്പോൾ 4F എന്നും 01ഉം 2A എന്നുള്ള പേരിലായിരിക്കും 3 ബൈറ്റിലായിരിക്കും ഈ പർട്ടിക്കുലർ കേസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഒരു മൂവ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വേറൊരു ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിതാ മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ AXനെ നമുക്കൊരു മെമ്മറിക്ക് മൂവ് ചെയ്യണം. അപ്പോൾ 2, 3, 4, 8 എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ സേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അത് സ്റ്റോർ ചെയ്യുന്നത് ഈ പറയുന്ന മൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് 5D എന്നാണെങ്കിൽ 5D ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പർ ആയിരിക്കും. AX മേ ബി 01 തന്നെയായിരിക്കും. പക്ഷേ ഈ നമ്പറൊക്കെ ചിലപ്പോൾ ഒരു 4-8 ബൈറ്റിലൊക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ അത്രയും ബൈറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ 16 ബൈറ്റോ എന്തെങ്കിലും ഉള്ള ഒരു കേസായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് 3 ബൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഏത് ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതിയാലും ഫൈനലി ഇങ്ങനെയാണ് റൺ ആവുന്നത്. അപ്പോൾ ഇതിലെ ഒപ്റ്റിമൈസേഷൻസും ഇതിലെ കാര്യങ്ങളും ഇതിന് എത്ര സ്പീഡുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇടുന്നതെന്നനുസരിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ആയി പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സ്പീഡിൽ ഞാൻ പറഞ്ഞെങ്കിലും AX എന്ന് പറയുന്നത് BX എന്നൊക്കെ പറയുന്നത് രജിസ്റ്ററാണ്. അത് മൈക്രോ പ്രോസസറിൻ്റെ അകത്ത് തന്നെയുള്ള മെമ്മറിയാണ്. അത് മറ്റേ മെമ്മറിയേക്കാളും ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ തരം ബാക്ക്ഗ്രൗണ്ട്, അതായത് മെഷീൻ കോഡ് എന്താണെന്നുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയുന്നത് നമ്മളെ നന്നായി പെട്ടെന്ന് C പ്രോഗ്രാമൊക്കെ നന്നാക്കാൻ നന്നാവും.